ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും. ഇമ്മാനുവൽ സിൽക്സ്. നൂറ്റിപ്പത്താമത് പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. മാർച്ച് 2-3 തീയതികളിലാണ് പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 110ാമത് പട്ടാമ്പി നേർച്ച വിപുലമായി ആഘോഷിക്കുന്നതിനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഉത്സവ നടത്തിപ്പുമായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ക്രമീകരണങ്ങളും ചർച്ച ചെയ്യുന്നതിനാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ ജാതി മതവിഭാഗങ്ങളും അതിന്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത് നമ്മുടെ പഴയ IG ആയിരുന്ന P. സന്ധ്യ അവരുടെ ഒരു മെമ്മോറിയലിലെ പട്ടാമ്പി നേർച്ചയെ കുറിച്ച് അവർ പറയുന്നത്, പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന നേർച്ചയാണ്. അത് ഏറ്റവും നന്നായി അതിന് 110ാമത് നേർച്ച മാർച്ച് 2-3 തീയതികളിലായി ഏറ്റവും വിപുലമായിട്ട് തന്നെ നമുക്ക് നടത്തണം. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിന് വലിയ രീതിയിലുള്ള സഹകരണത്തോടു കൂടി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ നേർച്ച നടത്തിപ്പുമായി ബന്ധപ്പെട്ടവരും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ഈ നേർച്ച കഴിഞ്ഞതിന് ശേഷം നഗരസഭയുടെ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്ന് ഒരു വലിയ ഇവന്റ് നടന്നത് പോലും അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്രാവശ്യവും നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നൊരു സംശയം ഉണ്ടായിട്ടില്ല. നേർച്ചയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഷൊർണൂർ DYSP PC ഹരിദാസ് പറഞ്ഞു. കൂറ്റനാട് നേർച്ച കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് നടന്നു. കഴിഞ്ഞ വർഷം സംഘർഷമുണ്ടായി, 2 കൂട്ടി അടിയുണ്ടായി, പരിക്കുണ്ടായി, പോലീസിനടക്കം പരിക്കേണ്ട സംഭവം. പക്ഷെ ഇപ്രാവശ്യം വളരെ ഭംഗിയാക്കി ഒരു സംഭവം പോലും ഉണ്ടാവാതെ ഭംഗിയായിട്ട് അവസാനം. അപ്പോൾ നമുക്ക് ആ ജനങ്ങൾ തന്നെ ആ വലിയ പ്രൊസഷൻ വരുന്ന സമയത്ത് വണ്ടികൾ ക്രോസ് ചെയ്തു, പക്ഷെ ഒരു പ്രവർത്തകരും പോലും തടയാനോ, അതാ ഞാൻ ആ സംഘാടകരെ അല്ലെങ്കിൽ ആ പ്രവർത്തകരെ എന്താ പറയുക അവരുടെ എന്താ പറയുക നിശ്ചയദാർഢ്യം. ഒരു പ്രവർത്തകരെ വണ്ടിയിൽ അടിക്കുകയെ എത്രയോ നമ്മുടെ ഉത്സവത്തിൽ കാണാൻ പങ്കെടുക്കാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കോ മറ്റോ വരുന്നില്ല. അവരെ കറക്റ്റായിട്ട് ഞാൻ അവർ ഒരു ഉത്സവത്തിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. രാവിലെ കൊടിയേറ്റ സമയത്ത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. നഗരത്തിലെ ഹോട്ടലുകളിൽ നേർച്ചയോടനുബന്ധിച്ച ദിവസങ്ങളിൽ പരിശോധന നടത്തും. സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിലെ CCTV ക്യാമറകൾ വഴി നിരീക്ഷണം ശക്തമാക്കും. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിക്ക് പുറമെ 44 ഉപ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പരിപാടികൾ ഉണ്ടാകും. 100ഓളം ആനകൾ അണിനിരക്കുന്ന ഉത്സവമായതിനാൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പാലിക്കണം. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, സെക്രട്ടറി അലി പൂവത്തിങ്കൽ, ട്രഷറർ മുഹമ്മദ് മാനു, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.